ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ്? അത് ആസ്ത പൂനിയ ആണ്. ആസ്ത പൂനിയ. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റാണ് ആസ്ത പൂനിയ. വിശാഖപട്ടണത്തെ INS ദേഗയിൽ നിന്ന് അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനിങ് പൂർത്തിയാക്കിയ ആസ്ത വിങ്സ് ഓഫ് ഗോൾഡ് പുരസ്കാരം നേടിയിട്ടുണ്ട്. തിബറ്റൻ ബുദ്ധമതത്തിൻ്റെ ആത്മീയാചാര്യനായ ദലൈലാമയുടെ എത്രാമത്തെ പിറന്നാളാണ് 2025 ജൂലൈ 6 ആഘോഷിച്ചത്? അത് 90ാമത്തെ പിറന്നാളാണ്. ദലൈലാമയുടെ 90ാമത്തെ പിറന്നാളാണ് 2025 ജൂലൈ 6 ആഘോഷിച്ചത്. ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലെ മക്ലിയോഡ് ഗഞ്ച് ക്ഷേത്രത്തിലാണ് ആഘോഷം നടന്നത്. 14ാം ദലൈലാമയായ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൻ്റെ പേര് ടെൻസിൻ ഗ്യാസ്റ്റോ എന്നാണ്. 2ാം വയസ്സിലാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടത്. 1950 മാവോ സേതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തിബറ്റ് പിടിച്ചടക്കി. ചൈനയ്ക്കെതിരായ ചെറുത്തുനിൽപ്പ് പരാജയപ്പെട്ടതിനെ തുടർന്ന് 1950 24ാമത്തെ വയസ്സിലാണ് ദലൈലാമ 10,000 അനുയായികൾക്കൊപ്പം കാൽനടയായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത്. അന്നു മുതൽ ധരംശാലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 1989 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. മൈ ലാൻഡ് ആൻഡ് മൈ പീപ്പിൾ, ഫ്രീഡം ഇൻ എക്സൈൽ എന്നിവ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ്. ഇന്ത്യയുടെ അനുമതിയോടുകൂടെ ധരംശാലയിൽ പ്രവർത്തിക്കുന്ന തിബറ്റൻ പ്രവാസ സർക്കാരിനാണ് 1.4 ലക്ഷം വരുന്ന തിബറ്റൻ വംശജരുടെ നിയന്ത്രണം വരുന്നത്. നെക്സ്റ്റ്, പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഘാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച ആ രാജ്യത്തെ പരമോന്നത ബഹുമതി എന്താണ്? ദി ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന എന്നുള്ളതാണ്. അവിടുത്തെ പരമോന്നതമായൊരു പുരസ്കാരമാണ് ദി ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഘാന. ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. ഘാനയുടെ പ്രസിഡന്റ് ജോൺ ദ്രമാണി മഹാമയാണ് ബഹുമതി സമ്മാനിച്ചത്. ഘാന പ്രസിഡന്റ് ജോൺ ദ്രമാണി മഹാമ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിക്കവേ മോദിക്ക് ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് അവിടുത്തെ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസ്റ്റർ സമ്മാനിച്ചു. ബീഹാറിലെ ബക്സറിൽ കുടിയേറിയവരാണ് കമലയുടെ പൂർവികർ. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാര ജേതാവ് ആരാണ്? PA ഉമ്മർ ആണ്. സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാര ജേതാവാണ് PA ഉമ്മർ. സംസ്ഥാന സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റാണ്. തമിഴ്നാട്ടിലെ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ കക്ഷി സ്ഥാപിച്ച ചലച്ചിത്ര നടൻ ആരാണ്? വിജയ് ആണ്. തമിഴ്നാട്ടിലെ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ കക്ഷി സ്ഥാപിച്ചതാണ് വിജയ്. ലോക ചോക്ലേറ്റ് ദിനം എന്നാണ്? ജൂലൈ 7 ജൂലൈ 7. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO ആയി നിയമിതനായതാണ് സെൻ ജോഗ് ഗുപ്തയാണ്. സെൻ ജോഗ് ഗുപ്ത. അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളാണ് 2025 ജൂലൈ 4 തുടക്കം കുറിച്ചത്? 250ാമത്തേതാണ്. 250ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ 2025 ജൂലൈ 4 തുടക്കമിട്ടത്. 1776 ജൂലൈ 4 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം നേടിയത്. പാമ്പുകടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് വിദ്യാലയങ്ങളിൽ സംസ്ഥാന വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് സർപ്പപാഠം പദ്ധതി എന്നാണ്. സർപ്പപാഠം പദ്ധതി. നെക്സ്റ്റ്, ടെസ്ല, സ്പേസ് എക്സ് സിഇഒയും അമേരിക്കൻ കാര്യക്ഷമതാ വകുപ്പ് ഡോജ് മുൻ മേധാവിയുമായ ഇലോൺ മസ്ക് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ദി അമേരിക്ക പാർട്ടി. ദി അമേരിക്ക പാർട്ടി ഇലോൺ മസ്കിൻ്റെതാണ്. US-ലെ ദ്വികക്ഷി സമ്പ്രദായത്തെ വെല്ലുവിളിച്ചാണ് മസ്ക് പുതിയ പാർട്ടി രൂപീകരിച്ചത്. ഇരു പാർട്ടികളും ബദലായി ജനങ്ങളുടെ ശബ്ദവുമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് മസ്ക് പ്രഖ്യാപിച്ചു. അടുത്തത്, 17ാം ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോയിലാണ്. 2025 ജൂലൈ 6-7 തീയതികളിലാണ് ഉച്ചകോടി നടന്നത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ സ്ഥാപകാംഗങ്ങളായി വളർന്നു വരുന്ന സമ്പദ്വ്യവസ്ഥകളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. നിലവിൽ 10 അംഗങ്ങളാണ് ഉള്ളത്. നിലവിൽ ബ്രിക്സിലുള്ളത് 10 അംഗങ്ങളാണ്. ബ്രസീലിനാണ് നിലവിൽ അധ്യക്ഷ സ്ഥാനം. 2026 ജനുവരി 1 ഇന്ത്യ ആ പദവി ഏറ്റെടുക്കും. 18ാം ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും.
ജൂലൈ 7 അന്തരിച്ച CS രാധാദേവി ഏതു നിലയിൽ അറിയപ്പെട്ടവരായിരുന്നു? പിന്നണി ഗായികയും ചലച്ചിത്ര നാടക നടിയും ആകാശവാണി കലാകാരിയും ആണ്. ഇനി സൗരയൂഥത്തിലെ ഒരു ഛിന്നഗ്രഹത്തിനടുത്തിടെ ഒരു മലയാളി ഗവേഷകൻ്റെ പേരാണ് നൽകിയത്. എന്താണ് പേര്? ഡോക്ടർ എ ഹരി നായർ എന്നാണ്. ബെന്നു എന്നൊരു ഛിന്നഗ്രഹത്തിലെത്തി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള നാസയുടെ ഓസിരിസ് റെക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇത് പരിഗണിച്ചത്. ഛിന്നഗ്രഹത്തിന് കാറ്റലോഗ് എന്ന് പറയുന്നത് 333-205. 2009 ഫെബ്രുവരി 13 ഇത് കണ്ടെത്തിയത്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലെ ജീവസാധ്യത തേടിയുള്ള ഡ്രാഗൺ ഫ്ലൈ എന്ന നാസാ ദൗത്യത്തിന് രൂപം കൊടുത്തവരിൽ ഒരാൾ കൂടിയാണ് കൊച്ചി കാക്കനാട് കുടുംബവേരുള്ള ഹരി. മണാലി കല്ലാട്ട് വെനു ബാപ്പു, അശ്വിൻ ശേഖർ തുടങ്ങിയ മലയാളികളുടെ പേരിൽ ഛിന്നഗ്രഹങ്ങൾ നേരത്തെ നാമകരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് പമ്പയാറ്റിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയത് ആരാണ്? ചെറുതന പുത്തൻ ചുണ്ടൻ. സംസ്ഥാന യൂണിയൻ ലിവറിൻ്റെയും MDയും അതുപോലെ CEO-യും ആയിട്ട് നിയമിച്ച ഒരു മലയാളി ആരാണെന്നുള്ളതാണ് പ്രിയ നായരാണ്. HUL-ന്റെ 92 വർഷത്തെ ചരിത്രത്തിലാദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിൻ്റെ 92 വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഒരു വനിത ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ സിനിമയുടെ വിഖ്യാത നടനും സംവിധായകനുമായ ആരുടെ 100-ാം ജന്മവാർഷികമാണ് 2025 ജൂലൈ 9 ആഘോഷിച്ചത്? അത് ഗുരുദത്തിൻ്റെതാണ്. ഗുരുദത്ത്. വസന്തകുമാർ ശിവശങ്കർ പദുക്കോൺ എന്ന യഥാർത്ഥ പേരുകാരനായ ഗുരുദത്ത് 1925 ജൂലൈ 9 ബാംഗ്ലൂരിൽ ജനിക്കുന്നത്. 1957 സംവിധാനം ചെയ്ത ഹിന്ദി ചലച്ചിത്രമായ പ്യാസ ടൈം മാഗസിൻ്റെ 100 മഹത്തായ ചലച്ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. ബാസി, ആർപാർ, ചൗദുവിൻ, കാച്ചന്ദ്, കാഗസ് കി ഫൂൾ തുടങ്ങിയവ ശ്രദ്ധേയമായ സിനിമകളാണ്. 1964 ഒക്ടോബർ 10 39-ാമത്തെ വയസ്സിലാണ് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കാണപ്പെട്ടത്.